ഹായ്, നല്ല പതുപതുത്ത ദോശമാവ് കണ്ടോ? ഇതും കൊണ്ട് ദോശയും ഇഡലിയും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. നല്ല പഞ്ഞി പോലത്തെ ഇഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഈ മാവ് എങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്താൻ വെക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിയും കൂടെ തന്നെ 1 സ്പൂൺ ചോറും ചേർത്ത് നല്ലതുപോലെ അരച്ച് വെക്കുക. അരച്ച് വെച്ചിട്ട് നമ്മൾ കൈയും കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു ഓവർനൈറ്റ് പൊന്താൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇതാ ഒരു ഓവർനൈറ്റ് പൊന്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പഞ്ഞി പോലത്തെ ദോശമാവ് റെഡിയായി. ഇപ്പോൾ ഇവിടെ 12 ഡിഗ്രി ഒക്കെയാണ് രാത്രിയിലത്തെ ടെമ്പറേച്ചർ. എന്നിട്ടും നോക്കിക്കേ എന്ത് നല്ല പഞ്ഞി പോലെയാണ് മാവ് പൊന്തി വന്നിരിക്കുന്നതെന്ന്. അതിനുശേഷം നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ദോശയോ ഇഡലിയോ ഒക്കെ കിട്ടും. മാവ് നല്ലപോലെ ഒന്നുകൂടെ പൊന്തി വരും കേട്ടോ. ഇനി നമുക്കിതും കൊണ്ട് ദോശ തയ്യാറാക്കാം. ഞാൻ നല്ല നെയ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല നെയ്യൊക്കെ ചേർത്ത് പേപ്പർ പോലെ പരത്തിയിട്ട് നല്ല അടിപൊളി ക്രിസ്പി ദോശ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇഡലി ഉണ്ടാക്കിയാലും നല്ല പഞ്ഞി പോലത്തെ പൂ പോലത്തെ ഇഡലി നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് 10, 11, 12 അങ്ങനെയൊക്കെയാണ് രാത്രിക്കത്തെ ടെമ്പറേച്ചർ. എന്നിട്ട് പോലും നോക്കിക്കേ എന്ത് നന്നായിട്ടാണ് മാവ് പൊങ്ങി വന്നതെന്ന്. അപ്പോൾ അതാ നമ്മുടെ ദോശയൊക്കെ റെഡിയായി. ഞാൻ സാമ്പാറിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ദോശയുടെ സൗണ്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. എന്ത് ക്രിസ്പി ആയിരുന്നെന്ന്. കേട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.